കഴിവുള്ള ഭരണാധികാരിയാവുക, ഇല്ലെങ്കിൽ ജനങ്ങൾ ഉപേക്ഷിക്കും. ദരിദ്രനായവനെ വേശ്യ ഉപേക്ഷിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട രാജാവിനെ പ്രജകൾ ഉപേക്ഷിക്കുന്നു. പക്ഷികൾ ഫലം തീർന്ന വൃക്ഷം ഉപേക്ഷിക്കുന്നു. അതിഥി ഭക്ഷണം കഴിഞ്ഞ് പടിയിറങ്ങുന്നു. പണമുള്ള വ്യക്തികളെ വേശ്യാസ്ത്രീകൾ കടാക്ഷപൂർവ്വം സ്വീകരിക്കുന്നു. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയെ നിഷ്കരുണം പുറത്താക്കുന്നു. സ്ത്രീകൾ കാരണം മാനവും ധനവും രാജ്യവും തന്നെ നഷ്ടപ്പെട്ട രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുത്ത് അതേ പണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ വികസനത്തിനാവശ്യമായ പദ്ധതികൾ തുടങ്ങുകയും വേണം. കാളിദാസൻ ഈ വിഷയം മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഭൂമിയിൽ നിന്ന് ഈർപ്പത്തെയെടുത്ത് അതിനെ 1000 മടങ്ങ് ഊർജമായി തിരിച്ചു കൊടുക്കുന്നു. സൂര്യനെ പോലെ ജനങ്ങൾ സമൃദ്ധിയുടെ രൂപത്തിൽ തിരിച്ചു കൊടുക്കാനായി അദ്ദേഹം ജനങ്ങളിൽ നിന്ന് നികുതി ഈടാക്കി. പല ഭരണാധികാരികളും ജനങ്ങളിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം പിരിച്ചെടുക്കുന്നു. പക്ഷേ 100ൽ 1 ഭാഗം പോലും അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. പ്രാണൻ അതിൻ്റെ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ശരീരം ഉപേക്ഷിക്കുന്ന കാര്യം കഴിയുമ്പോൾ ആശ്രയസ്ഥാനം ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിവുള്ള ഭരണാധികാരി ആവുക, ഇല്ലെങ്കിൽ ജനങ്ങൾ ഉപേക്ഷിക്കുമെന്ന് പറയുന്നത്. ഇത്തരണത്തിൽ ഇന്നത്തെ നമ്മുടെ ഭരണാധികാരികളെയും രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ തന്നെ വിധി പ്രസ്താവിക്കുന്ന ജഡ്ജിമാരെയും എല്ലാം നമുക്ക് വിലയിരുത്തുമ്പോൾ ഒറ്റ കാര്യം മനസ്സിലാകും: ഭരണാധികാരി ആവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് വളരെ ദുസ്സഹവുമാണ്.